തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നാം വലിയ നോമ്പിന്റെ കാലത്തേക്ക് കടന്നിരിക്കുകയാണല്ലോ. മോർ എഫ്രൈമിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ വലിയ നോമ്പിനെ നമുക്കൊന്ന് വിവരിക്കാം. കാവ്യാത്മക ദൈവശാസ്ത്രമാണ് മോർ എഫ്രൈമിൻ്റേത്. എഫ്രൈം പ്രതീകങ്ങൾ, ഉപമകൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയിലൂടെ സത്യത്തെ അവതരിപ്പിക്കുന്നു. നോമ്പ് നിയമമല്ല, അത് ദൈവസഹവാസത്തിന്റെ ഭാഷയാണ്. ഉപവാസം ശരീരത്തെ നിഷേധിക്കുന്നതല്ല, ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന കൃപയാണ്. നോമ്പ് മനുഷ്യനെ ദുഃഖത്തിലേക്കല്ല, പുനരുത്ഥാന പ്രത്യാശയിലേക്ക് നയിക്കുന്നു. എഫ്രൈമിന്റെ ഗീതങ്ങളിൽ നോമ്പ് പലപ്പോഴും ശുദ്ധീകരണ അഗ്നിയായി ചിത്രീകരിക്കപ്പെടുന്നു. നോമ്പ് ആത്മാവിനെ കത്തിക്കുന്ന അഗ്നിയല്ല, പാപത്തിന്റെ അഴുക്കുകളെ കത്തിച്ചു കളയുന്ന പ്രകാശമാണ് എന്ന് ഉപവാസത്തെക്കുറിച്ചുള്ള മെമ്രായിൽ പറയുന്നു. ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല നോമ്പ്. ദൂഷ്യവാക്കുകളും അഹങ്കാരവും വൈരാഗ്യവും ഉപേക്ഷിക്കപ്പെടണം. കരുണ, വിനയം, ക്ഷമ എന്നിവയാണ് യഥാർത്ഥ ഉപവാസ ഫലങ്ങൾ. ഇത് യെശയ്യ 58 അധ്യായം 6-7 വാക്യങ്ങളിലെ ഉപവാസ ദർശനത്തോട് പൂർണ്ണമായി ഒത്തുചേരുന്നു. മോർ എഫ്രൈമിന്റെ ദർശനത്തിൽ നോമ്പ് വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, അത് സഭയായി ഉൾക്കൊള്ളേണ്ട ദൈവിക അനുഭവമാണ്. ദരിദ്രനോടുള്ള കൃപ, കരുണ, രോഗികളോടുള്ള സഹാനുഭൂതി, ശത്രുവിനോടുള്ള ക്ഷമ എന്നിവയില്ലാതെ നോമ്പ് അപൂർണമാണ്. ജീവകാരുണ്യത്തെക്കുറിച്ചുള്ള മെമ്രായിൽ ഉപവസിക്കുന്നവൻ ദരിദ്രനെ അവഗണിച്ചാൽ അവന്റെ നോമ്പ് ദൈവസന്നിധിയിൽ മൗനമാണ് എന്ന് പറയുന്നു. സുറിയാനി സഭയിൽ 50 നോമ്പ് ജീവിതത്തിന്റെ തയ്യാറെടുപ്പ് കാലമാണ്. പ്രത്യേകിച്ച് കുംഭസാരം, പാപമോചന അനുഭവം, വിശുദ്ധ കുർബാന. അതിനാൽ മോർ എഫ്രൈം വിശുദ്ധ കുർബാനയെ നോമ്പിന്റെ ഫലമായ ദൈവിക അപ്പം എന്ന് വിളിക്കുന്നു. 50 നോമ്പിന്റെ അവസാനം ഈസ്റ്റർ സന്തോഷമാണ്. നോമ്പ് വിതച്ച കണ്ണീർ പുനരുത്ഥാനത്തിൽ സന്തോഷമായി കൊയ്തെടുക്കപ്പെടും. അതിനാൽ നോമ്പ് ജീവന്റെ പ്രത്യാശയോടെയാണ്. 50 നോമ്പിനെ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. നോമ്പിലൂടെ ക്രിസ്തു മരുഭൂമിയെ സ്വർഗമാക്കി. അവന്റെ നോമ്പിൽ പങ്കുചേരുമ്പോൾ നമ്മളും സഭയും സ്വർഗത്തിന്റെ രുചി അനുഭവിക്കുന്നു. പാപത്തോട് യാത്ര പറഞ്ഞ് സ്വർഗത്തോട് ചേരുവാൻ ഈ 50 നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.